ഹായ് ഓൾ, നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ലാസ്റ്റ് മന്ത് അതായത് ഡിസംബറിൽ 30-31 കുറച്ച് നോട്ടിഫിക്കേഷൻസ് PSC പുറത്തുവിട്ടിരുന്നു. അപ്പൊ ആ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുകയാണ്. നമ്മൾ ഇതിലെ മിക്കവാറും എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൂടുതലും ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതല്ലാതെ കുറച്ച് വേക്കൻസി കൂടുതലുള്ള ചില നോട്ടിഫിക്കേഷൻസ് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് കവർ ചെയ്തതാണ്. എന്നാലും ഒന്ന് ഓടിച്ചിട്ട് നിങ്ങളോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാണ്. ഒന്നുകൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നിങ്ങളൊന്ന് ഓർക്കുക. ലാസ്റ്റ് ഡേറ്റ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 29/1/2025 അതായത് ഏകദേശം ഒരു മന്ത് ജാനുവരി അവസാനമായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനിയും താമസിക്കാതെ പിന്നത്തേക്കും മാറ്റി വെക്കാതെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് കാറ്റഗറി നമ്പർ 573/2024 LSCD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. സിവിലുകാർക്ക്, സിവിൽ BTech ഗ്രാജുവേഷൻ അല്ലെങ്കിൽ BA ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 55,200 മുതൽ 1,15,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ആന്റിസിപ്പേറ്റ് വേക്കൻസീസ് എന്ന് പറയുന്നെങ്കിൽ വേക്കൻസി കൂടുതലുണ്ടെന്നുള്ള കാര്യം ഓർക്ക്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയുള്ള ഏജ് ലിമിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് LSCD AE എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമുക്ക് അല്ലെ അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. 2025 ഈ എക്സാമുകളൊക്കെ ഏത് സമയത്ത് നടത്തുമെന്നുള്ള ഒരു എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. നിങ്ങളപ്പോൾ നിങ്ങളുടെ ഒരു ഡേറ്റ് നോക്കിയിട്ട് ഇപ്പോൾ ജൂലൈയിലാണെങ്കിൽ ഈ ഒരു എക്സാം ജൂലൈയിലാണ് വരുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ പഠനം നിങ്ങൾ പ്ലാൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ LSCD AE ആണ് ആദ്യത്തേത്. അടുത്തതായിട്ട് പറയാനുള്ളത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ്, പോളി ലെക്ചർ. ഇലക്ട്രോണിക്സുകാർക്ക് പറ്റിയൊരു ഏറ്റവും നല്ല പോസ്റ്റുകളാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് BTech സിവിലുകാർക്ക് അല്ലെങ്കിൽ BE സിവിലുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ്, നാട്ടിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് AE എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. AICT സ്കെയിൽ ഓഫ് പേ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത്. പക്ഷേ ലാസ്റ്റ് ടൈം ഏകദേശം 95ഓളം അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അപ്പം അത്യാവശ്യം നല്ല വേക്കൻസി കാണും. ഏജ് ലിമിറ്റ് 20 മുതൽ 39 വരെയുള്ള ഏജ് ലിമിറ്റ് ആണ്. അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 29. ഓക്കെ, ഈ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് പറയുന്നത് പലരും അപ്ലൈ ചെയ്യാൻ വിട്ടുപോകും, അല്ലെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യാവുന്നുള്ള രീതിയിൽ മാറ്റി വെക്കും. പക്ഷെ നമ്മളത് മറന്നു പോവുകയും ചെയ്യും. അവസാനം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവുകയും ചെയ്യും. നമുക്ക് പഠിക്കാനൊരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അയ്യോ എക്സാം അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ടി വരുന്നൊരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഒന്ന് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അതായത് BTech BE ആണെങ്കിൽ നിങ്ങൾ മിനിമം 60% മാർക്ക് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അടുത്തത് PWD ഇലക്ട്രോണിക്സ് വിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റാണ്. വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇതും. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറയുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, കൂടുതൽ വേക്കൻസി ഒക്കെ ഉള്ള പോസ്റ്റുകൾ കാണും. ഈ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് തന്നെ പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 19 മുതൽ 36 വരെയുള്ള ഏജ് ലിമിറ്റാണ്. ഇതും ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഡിപ്ലോമ അല്ലെ അതിന് മുകളിലായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഒരിക്കലും ഇതൊന്നും നിങ്ങൾ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സ് വിട്ടുപോകരുത്. 2 എക്സാമ്പിളാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. അടുത്ത അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. അവിടെ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല ഒരു പോസ്റ്റ് അല്ലെ, നാട്ടിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് അഗ്രികൾച്ചർ ഓഫീസ് അല്ലെ AO എന്ന് പറയുന്നത്. അതിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 55,200 മുതൽ 1,15,000 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത്. പക്ഷേ വേക്കൻസീസ് ഒക്കെ നിങ്ങൾ നോക്കണ്ട, വേക്കൻസീസ് കൂടുതലുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഏജ് ലിമിറ്റ് 20 മുതൽ 37 വരെ. BC ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, BC ഡിഗ്രി ഇൻ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കുക, വിട്ടുപോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തായിട്ട് 584/2024 ഡിപ്പാർട്ട്മെന്റ് LSCD ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ അല്ലെ ഓവർസിയർ ഗ്രേഡ് 1 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 31,000 മുതൽ 66,000 വരെയുള്ള വളരെ നല്ല സ്കെയിൽ ഓഫ് പേ ആണ്. ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സിവിൽ വിങ് ആണ്, അപ്പോൾ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയുള്ളതാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 579/2024 PWD ബാർ ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 1 അല്ലെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 തന്നെയാണ്. 37,400 മുതൽ 79,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു പോസ്റ്റാണ്. ഈ PWD LSCD ഈ ഡിപ്പാർട്ട്മെന്റിലേക്കെല്ലാം നമുക്ക് വളരെ നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ആലോചിക്കുക, അതൊന്നുമല്ല, വളരെ നല്ല വേക്കൻസി ഉള്ള പോസ്റ്റുകളാണ് ഇതെല്ലാം. ഓക്കെ,
അപ്പം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വരെയാണ് ഏജ് ലിമിറ്റ്. ഡിപ്ലോമക്കാർക്ക്, സിവിൽ ഡിപ്ലോമ ഉള്ളവർക്കും അതിന് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. ഓക്കെ, അടുത്തത് LSCD ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഗ്രേഡ് 2 എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ 26,500 മുതൽ 60,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ഉള്ളവർക്കുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ അല്ല അതിൻ്റെ ഹയർ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രേഡ് 2. ഓക്കെ, അപ്പം അത്യാവശ്യം ഗ്രേഡ് 2 ഗ്രേഡ് 1 എല്ലാം ഡിപ്ലോമക്കാർക്കും അതിൻ്റെ ഹയർക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത LSCD ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ 55,000 മുതൽ 1,15,000 വരെയുള്ള ഒരു സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ നമുക്ക് 19 ഉണ്ട്, ചിലപ്പോൾ അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഏജ് ലിമിറ്റ് ഒക്കെ നോക്കുക, 18 മുതൽ 36 വരെയാണ്. ഡിഗ്രി ഇൻ പ്ലാനിങ് അല്ലെങ്കിൽ ബേസിക്കായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് BTech BE ഒക്കെ ഉള്ളവർക്ക് വീണ്ടും ഒരു അവസരം. AE പോലെ തന്നെ എന്താണ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പോൾ ഇതിന് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech MEC ആണ്. BTech MEC ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ വളരെ കുറവാണ്, 11 മുതൽ 18,450 വരെയൊക്കെയാണ്. അപ്പോൾ ഈ സ്കെയിൽ ഓഫ് പേ ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ അത് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും ആ സ്കെയിൽ ഓഫ് പേ ഒക്കെ മാറും. എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തിടണ്ട, നമുക്ക് ഓരോ എക്സാമ്പിൾ ഓരോ എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം, പോയി എഴുതുകയും ചെയ്യണം. നമുക്കൊരു ദിവസം എക്സാം എഴുതാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഈ എക്സാംസ് PSC എക്സാംസ് എഴുതുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ എക്സാമ്പിളൊന്നും മിസ് ചെയ്യരുത്. സ്കെയിൽ ഓഫ് പേ ഒക്കെ നോക്കിയിട്ടൊന്നും ചെയ്യല്ല. നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണോ അവിടെ. നിങ്ങൾ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കും, അല്ലെങ്കിൽ ആ ഒരു 2 ആഴ്ച ഒരു എക്സാമിന് വേണ്ടി നമ്മൾ വൃത്തിക്ക് പഠിക്കും. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് ചിലപ്പോൾ അവിടെ ക്രാക്ക് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ കുറേ പുതിയ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാകും, അല്ലെങ്കിൽ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാകും. അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങൾ ഇതുപോലെ ഈ എക്സാം എഴുതുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിനൊന്നും സാലറി സ്കെയിലിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേയുടെ പേരിലോ ഒന്നും മാറ്റി വെക്കരുത്. എക്സാം ഒന്ന് എഴുതുക, അറ്റൻഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എഴുതുക. ഏജ് ലിമിറ്റ് 18 മുതൽ 39 വരെയാണ്. അപ്പം മെക്കാനിക്കലുകാർക്ക് പറ്റുന്ന ഒരു പോസ്റ്റ് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ 27,900 മുതൽ 63,700 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസി ഉള്ളൂ. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇക്വലൻ, കൂടെ എന്തുകൂടെ വേണം? പാസ് ഇൻ എ 2-year സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പെയിന്റിംഗ് ആൻഡ് ഡ്രോയിങ് ഓർ ഇക്വലൻ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഈ ക്വാളിഫിക്കേഷൻ വല്ലതും ഉള്ളവർ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് 735/2024 സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് നെയിം ഓഫ് ദ പോസ്റ്റ് വെൽഡർ പോസ്റ്റിലേക്കാണ്. 27,000 മുതൽ 57,000 വരെയുള്ള സാലറി സ്കെയിലാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നാണോ അതിൽ കൂടുതലാണോ ഇല്ലെന്നൊക്കെ ഉള്ള കാര്യത്തിൽ നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. പക്ഷേ എന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ക്വാളിഫിക്കേഷൻ NTC സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് വെൽഡിംഗ്, NTC സർട്ടിഫിക്കറ്റ് അല്ലെ ITI വെൽഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെയാണെന്ന് പറയുന്നത് ഡിപ്ലോമക്കാർക്കും BTechക്കാർക്കും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വഴിയെ കാണാം. എന്തായാലും ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയുള്ളതാണ് ആ ഒരു വെൽഡർ ക്വാളിഫിക്കേഷനിലുള്ളത്. അപ്പോൾ കൂടുതലും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അല്ലെ ITI വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള കാര്യം, അല്ലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത LSCD ഡിപ്പാർട്ട്മെന്റിലേക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 31,000 മുതൽ 66,800 വരെയുള്ള ക്വാളിഫിക്കേഷനാണ്. ഇത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. 18 മുതൽ 36 വരെയാണ് എൻ്റെ ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വേക്കൻസീസ് നോക്കിക്കുക, എല്ലാ ഡിസ്ട്രിക്റ്റിലും അത്യാവശ്യം മാന്യമായിട്ടുള്ള വേക്കൻസീസ് ഉണ്ട്. ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉള്ളൊരു പോസ്റ്റാണ് ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. LSCD ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തവർ കുറേ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവർ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ഇതെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത 730/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റാണ്. 31,100 മുതൽ 66,800 വരെയുള്ള പോസ്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗം പറഞ്ഞു പോകുന്നത്. നിങ്ങൾ മിസ്സാകാതെ
ഇരിക്കാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയുള്ളതാണ്. ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 PHS വിത്ത് ബയോളജി വേണം, അല്ലെങ്കിൽ അതിൽ കൂടെ എന്തുകൂടെ വേണം, പാസിംഗ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും വേണം. അപ്പം 2 വേക്കൻസീസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് നെയിം ഓഫ് ദ കാറ്റഗറി നമ്പർ 598/2024 നെയിം ഓഫ് ദ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ബോർഡ്സ്, കമ്പനി ബോർഡിലേക്കുള്ള ഒരു ഇതാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക്, ലോവറൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പാസ് ഇൻ ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ്, പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ്. അപ്പോൾ ഇത് കൂടുതലും എന്താണ്, ഒരു ഈ ടൈപ്പിങ്ങും മറ്റ് കോഴ്സുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ഇത്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞിട്ടില്ല. സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ കൺസേൺ ഇൻസ്, ഓരോ ബോർഡിന്റെ അനുസരിച്ച് എനിക്കായിരിക്കും അവർ ആ സ്കെയിൽ ഓഫ് പേ ഒക്കെ പറയുന്നത്. വേക്കൻസി ഒന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് 736/2024 കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SC/ST ലിമിറ്റഡ് ട്രേസർ പോസ്റ്റിലേക്കാണ്. 9,000 മുതൽ 15,000 വരെയുള്ള ഒരു ചെറിയ സാലറി സ്കെയിലാണ്. പക്ഷേ സാലറി സ്കെയിലും പ്രൊവിഷനും ഒക്കെ നമുക്ക് ഏത് പോയിന്റിൽ മാറാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത്, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമക്കാർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയവർക്ക് അതിൻ്റെ ഹയറായിട്ട് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അപ്പോൾ സിവിലുകാർക്ക് പറ്റിയ മറ്റൊരു എക്സാം കൂടെ വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ആനിമൽ ഹസ്ബൻഡറിയിൽ നെയിം ഓഫ് ദ പോസ്റ്റ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റന്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ, അങ്ങനെ പല പോസ്റ്റിലേക്കാണ് ഈ ഒരു എക്സാം വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഓക്കെ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ദ ഫോളോയിങ് 2 കാറ്റഗറീസ് ഉള്ള, അപ്പോൾ ഈ 2 കാറ്റഗറിയിൽ ഉള്ള റിക്രൂട്ട്മെന്റ് ആണിത്. ഓക്കെ, 1 ഫ്രം ഓപ്പൺ മാർക്കറ്റും 2 ഫ്രം എക്സ് സർവീസ് പേഴ്സണൽ ഡിപ്പെൻഡൻസ് ഓഫ് എക്സ് സർവീസ്. അങ്ങനെ എക്സ് സർവീസ് പേഴ്സണലും അവരുടെ ഡിപ്പെൻഡൻറ്റിനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു റിക്രൂട്ട്മെന്റ് ആണ് ഇതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസും എല്ലാം ആൻറ്റിസിപ്പേറ്റ് വേക്കൻസീസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, വളരെ കുറച്ചിടത്ത് മാത്രമേ വേക്കൻസി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്, പാസ് ഇൻ VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്. അപ്പോൾ VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അതിൽ നിങ്ങൾക്ക് VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിൽ VHSC കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇക്വലൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്. VHSC ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഡയറി ഹസ്ബൻഡറി, VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, പോൾട്രി ഹസ്ബൻഡറി, BVSC ആൻഡ് AH വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ. അപ്പോൾ ഈ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം, അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തവർക്കെല്ലാം ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. 25,100 മുതൽ 57,900 വരെയുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് കുറേ നമുക്ക് വിളിക്കുന്നുണ്ട് അല്ലേ, കുറേ അധികം ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതിനോട് അപ്ലൈ ചെയ്തിടുക. ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഏജ് ലിമിറ്റ് 20 മുതൽ 36 വരെയാണ്. അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇന്നുണ്ട്. അടുത്ത എന്താണ്, NDC ഇൻ ട്രേഡ് ഇലക്ട്രീഷ്യൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ എ കോഴ്സ് ഓഫ് 2 years, അതായത് ITI അല്ലെങ്കിൽ NDC സർട്ടിഫിക്കറ്റ് വേണം. ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ 18 months കോഴ്സ് ഇൻ ITI വിത്ത് 6 months ഇൻ പ്ലാൻ ട്രെയിനിങ്. 6 months ഇൻ പ്ലാൻ ട്രെയിനിങ് ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ITI കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അല്ലാതെ വളരെ കുറച്ച് പോസ്റ്റുകളോട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. 29/1/2025 മുന്നായിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള റാങ്ക്സുകളെല്ലാം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിലെല്ലാം നമുക്ക് നല്ല റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളെ പറ്റി വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വെബിനാറുകളോ കോഴ്സുകളോ വല്ലതും അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ജനുവരി 15 നമുക്ക് ഈ എക്സാമിലെ എല്ലാ സിലബസും വരും. അതുപോലെ 2025 നടത്താൻ പോകുന്ന എല്ലാ എക്സാമുകളുടെ ഷെഡ്യൂൾ നമ്മുടെ മുമ്പിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാമിനെല്ലാം ഇപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്, സമയം നമുക്കറിയാം ഏകദേശം ഏത് സമയത്ത് വരും എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സിലബസിലെ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഏത് സമയത്ത് വിളിക്കുമെന്നൊരു ധാരണയില്ലാതെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.